പിന്നെ രവിയേട്ടന് ആ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, ഓവർ പൊസസീവ്നെസ്സും ഓവർ അറ്റാച്ച്മെൻറ്റുമാണ്. അത് അന്നല്ല എന്നും അങ്ങനെയായിരുന്നു. അങ്ങനെ റെക്കമെൻഡ് ചെയ്തേക്കാണ്, ശരിയായില്ലെങ്കിൽ എൻ്റെ ചിലവ് ഞാൻ അതെ ചെയ്തോളാം. അതെ അതെ. പിന്നെ അതൊരു എന്താ പറയുക, ഒരു കാലഘട്ടത്തിന്റെ ചേഞ്ച് അല്ലേ. ദാസേട്ടൻ രവീന്ദ്ര മാഷൻ എന്ന് പറയുന്ന ആളെ സിനിമാ ലോകത്തെ അതെ മ്യൂസിക് ഡയറക്ഷനിലെ കൈപിടിച്ച് കയറ്റുന്നു. പിന്നീട് പിറന്നത് മുഴുവൻ അതെ അതെ തീർച്ചയായിട്ടും ദാസേട്ടൻ തന്നെയാണ്. അതിനൊരു നിമിത്തമായ ദാസേട്ടൻ തന്നെയാണ്. നമ്മളത് ഒരിക്കലും രവിയേട്ടനും ഒരിക്കലും മറന്നിട്ടില്ല. അവസാനം വരെയും ദാസേട്ടൻ്റെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആരാധകനും അങ്ങനെ ദാസേട്ടൻ പറഞ്ഞേ കേൾക്കുള്ളായിരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ എൻ്റെ തലേന്നാൾ ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് ഈ നാണക്കേടാ പറയാൻ പാടില്ല, എന്നാലും മറ്റാസി വന്നിട്ട് സിനിമ കാണാതെ എങ്ങനെ പോകുന്നതെന്ന്. മോൾക്ക് പ്രസവം എടുക്കാൻ വന്ന ആളാണ് ഞാൻ ലോകത്തില്ല. അമ്മയ്ക്ക് സിനിമ കാണണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അങ്ങനെ അടിക്കൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു 2 ദിവസം കൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി എങ്ങനെ കെയർ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് രവിയേട്ടൻ നടക്കുന്നതൊക്കെ എല്ലാം നല്ല മനസ്സിലായി. അമ്മയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. ശരി എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ ഒരു പ്രസവത്തിനൊക്കെ അമ്മയെല്ലാം കൂടി ഉണ്ടായിരുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും പ്രസവത്തിന് അമ്മ കൂടെ അമ്മ ഒരു മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ എൻ്റെ ആളെ ആങ്ങളെ ഞാൻ പറഞ്ഞു 6 വയസ്സൊക്കെ 7 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അമ്മ തിരിച്ചു പോയി. അമ്മമ്മ ഒരു 6 മാസം കൂടെ നിന്നു. എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇത് ഇപ്പോഴും നമ്മൾ ഭയങ്കര ആ സമയത്ത് പിന്നെ ദൈവത്തിൻ്റെ മറ്റൊരു അനുഗ്രഹമാണ്. അപ്പോഴാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയത്. എന്ന് വെച്ചാൽ ഈ പൈസ ഒന്നും നമുക്ക് തികയില്ലല്ലോ, ഒന്നിനും തികയില്ല. എന്തും ചെയ്യും, പൈസ വേണം. പൈസ ആ സമയത്ത് രവിയേട്ടൻ അവിടെ തിരുവർക്കാട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ക്ഷേത്രമാണ്. രവിയേട്ടൻ പറയും എഗ്മോർ ഹോസ്പിറ്റലിൽ മെയ് മാസം 25-ാം തീയതി എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ജൂൺ 12-ാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞ് ഫസ്റ്റ് ട്വിൻസ് അതെല്ലാം ചിലപ്പോൾ നേരത്തെ സംഭവിക്കാം, അതുകൊണ്ട് വന്ന് അഡ്മിറ്റ് ചെയ്തു. രവിയേട്ടൻ പറഞ്ഞ് 10 പൈസ കയ്യിലില്ല, ഒന്നുമില്ല, എനിക്കറിയില്ല എന്ത് ചെയ്യണം. തിരുവർക്കാട് രാവിലെ ഞാൻ പോയി അമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല അമ്മ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ ഇല്ല എന്നുള്ള ഇതിൽ പ്രാർത്ഥിച്ചു. തൊഴുതിട്ട് പുറത്തു വന്നപ്പോഴാണ് മറ്റേ വാസുദേവൻ ടി വാസുദേവൻ നായർ. അദ്ദേഹം ഈ ഡബ്ബിംഗ് പടം എടുക്കുന്ന ആളാണ്. അദ്ദേഹം തൊഴാനോട് വന്നിട്ട് രവിയേട്ടനെ കണ്ടു. രവിയേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞ് രവി ഞാൻ കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അന്ന് രവിയേട്ടന് കമൻട്രി ഒക്കെ പറയുമായിരുന്നു രവിയേട്ടൻ. പിന്നെ കമൻട്രി പറയും, പാട്ട് കോറസ് പാടും, അങ്ങനെയൊക്കെയുള്ള ശബ്ദത്തിന്. ഞങ്ങളുടെ പടത്തിൻ്റെ ഹീറോയ്ക്ക് ഒരു വോയിസ് വേണം, ഡബ്ബിങ് വോയിസ്. രവിയുടെ വോയിസ് നല്ല മുഴക്കമുള്ള വോയിസാണ്, രവിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല, ഞാൻ പാടിയിട്ടേ ഉള്ളൂ എന്നല്ല. അല്ല രവി കമൻട്രി ഒക്കെ മധുചേട്ടൻ്റെ മധു സാറിൻ്റെ നടൻ മധുവിൻ്റെ കമൻട്രി പലതിലും രവിയേട്ടൻ ഈ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് രവിയുടെ ശബ്ദം നല്ല കറക്റ്റാണ്. രവി അതുകൊണ്ട് ഡബ്ബിങ് ഈ ഞങ്ങളുടെ ആർക്ക് കമലഹാസൻ്റെ അടുത്തേക്ക് എടുക്കുന്നത് ഒന്ന് ആദ്യത്തെ പടം. അപ്പോൾ അത് ഒന്നും രവി വന്നിട്ട് രവിയേട്ടൻ പറഞ്ഞ് എനിക്കറിയാം. അല്ല അറിയാനൊന്നുമില്ല, ശരി എനിക്ക് പറ്റും. രവി പറഞ്ഞത് ഒന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടത്. അമ്പലത്തിൽ നേരെ കൊണ്ടുപോവാണ്, സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയിട്ട് വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയാണ് സൂട്ടബിൾ ആകുമെന്ന്. അമ്പലത്തിൽ പോയിട്ട് സാറിന് 8 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നതിനെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ വലിയ സന്തോഷത്തോടെ വന്നത്. ശോഭ ഇതുപോലെ സംഭവം നടന്നു, ശരി ഇതുപോലെ ഡബ്ബിങ്ങിന് എന്നെ വിളിച്ചിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുക, അത് നടന്നാൽ മതിയായിരുന്നു, ശരി അത് കാരണം ഇച്ചിരി പൈസ കിട്ടും നമുക്ക് വന്നിട്ട്, ശരി എന്നിട്ട് 3-4 ദിവസം വർക്കുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലിൽ 3-4 ദിവസം ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചിരിക്കാതെ എന്താ ചെയ്യുന്നത്, 3000 രൂപ കിട്ടും ഈ ഡബ്ബിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, പ്രസവത്തിൻ്റെ കാശത്തിന് ചിലവിന് ശരിയാകും. അതെ അന്നത്തെ കാലമല്ലേ, അപ്പോൾ അത് കിട്ടും, അതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകുകയെന്നും പറഞ്ഞിട്ട് ശരി അന്ന് സ്റ്റുഡിയോയിൽ അന്ന് പോവുകയാണ്. അങ്ങനെ എന്തായാലും ആ ഡബ്ബിങ് വളരെ നന്നായിട്ട് ചെയ്തു. പിന്നെ ഇപ്പം മെയ് 31-ാം തീയതി എനിക്ക് 12 പറഞ്ഞ ഡോക്ടർ 31-ാം തീയതി ഡെലിവറി ആയി. ഇപ്പോഴത്തേക്കും ഈ 3000 രൂപയും ചോക്ലേറ്റ് വാങ്ങിച്ചവിടെ മുഴുവൻ എല്ലാം കൊടുത്തു. അന്നേ അങ്ങനത്തെ ഒരു ചിലവിൻ്റെ ആളാണ്. ശരി നാളെ ഈ 3000 നമ്മൾ വീട്ടു ചിലവിനും മറ്റ് ഈ ചിലവിനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒന്നല്ല, 2 കുട്ടികൾ, 2 ആൺകുട്ടികൾ. ഇപ്പോൾ ഇവിടെ ടെൻഷൻ ആയിരുന്നില്ല. ഇതെനിക്ക് പറയാൻ വിട്ടു എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരിക്കൽ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇപ്പം 31-ാം തീയതി 30-ാം തീയതി എനിക്ക് ഒറ്റ പ്രശ്നമില്ല കേട്ടോ, വയറ് മാത്രം വലുതായിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് വേറെ അസ്വസ്ഥതകളോ അസുഖമോ ഒന്നുമില്ല. എന്നെ വെറുതെ ഹോസ്പിറ്റലിൽ ഞാൻ എപ്പോഴും ഇവിടെ പറയും, എന്നെ എന്തിനീ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിരിക്കുന്നത്, എനിക്കൊന്നുമില്ലല്ലോ, എനിക്ക് മരുന്നൊന്നും തരാനില്ല, ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല, നമുക്ക് വീട്ടിൽ പോയി ജൂൺ 12 പറഞ്ഞിരിക്കുന്നത് ഇവർ, നമുക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ രവിയേട്ടനും 30-ാം തീയതി എന്നോട് പറഞ്ഞു ശരിയാ ശരി ഡോക്ടറോട് സംസാരിച്ച് നാളെ നിന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാം, അത് 31-ാം തീയതി കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് 30-ാം തീയതി പോയത്. അവിടെ നിന്ന് 31-ാം തീയതി രാവിലെ പിന്നെ രവിയേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ 5-ാം തീയതി വന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ സമ്മതിച്ചായിരുന്നു. അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് രാവിലെ തൊട്ട് പെയിൻ തുടങ്ങി, വെളുപ്പാങ്കൽ തൊട്ട് പെയിൻ തുടങ്ങി. എന്നിട്ട് ശരി രവിയേട്ടൻ ഒരു 8 മണിക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു പെയിൻ്റെ ഇതിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞില്ലത് ഇത് പറ്റുന്ന പെയിൻ തന്നെയാണ്, അതുകൊണ്ട് ശരി ഇനി വീട്ടിൽ പോകേണ്ട, ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് താമസിച്ചു. പക്ഷേ രവിയേട്ടൻ അന്ന് ഇവിടെ പോകണം, ഡബ്ബിങ്ങിൻ്റെ ഫൈനൽ ദിവസമാണ്.
നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഡെലിവറി സമയമാണെങ്കിൽ അതേ പോകാൻ പറ്റില്ല, അന്ന് പോയേ പറ്റുള്ളൂ. അപ്പോൾ അമ്മയെ വിളിച്ച് വരുത്തി, ഈ ഹൗസ് ഓണറുടെ വീട്ടിൽ ഫോൺ മാത്രം അവിടെ മാത്രമാണ്, അവിടെ ഫോൺ വിളിച്ച് വരുത്തി അമ്മയെ അപ്പോഴത്തേക്ക് എന്നെ ലേബറിൽ കൊണ്ടുപോയി, അമ്മ വന്നപ്പോഴത്തേക്ക് കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഒരു കാര്യം പറയാൻ തുടങ്ങിയത് 30-ാം തീയതി ഞാൻ ഈ ഡോക്ടർമാർ ഡെയിലി വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ശരി ഒക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ തലേണിക്കടിയിൽ വെച്ചിട്ട് പോകും. 25-ാം തീയതി എന്നെ അഡ്മിറ്റ് ചെയ്യാം, അന്നൊന്നും എനിക്ക് തോന്നില്ല. 30-ാം തീയതിയാണ് ഞാനത് ജസ്റ്റ് അവർ പോയി കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് എടുത്ത് നോക്കി. അപ്പോൾ അത് ട്വിൻസ് കൺഫേംഡ് എന്ന്. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കുണ്ട്, ആരും അധികം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നോക്കി പേര് രവേട്ടൻ്റെ ആണ്, എൻ്റെതാണ്, എല്ലാം ഉണ്ട്, ട്വിൻസ് കൺഫേംഡ് എന്ന്. അപ്പം ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ആരും അറിഞ്ഞില്ല, ഇവരാരും ഒന്നും അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പം അമ്മ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം അറിയാം അമ്മയ്ക്ക്. ശരി, എനിക്ക് ഇരട്ട കുട്ടികളാണ് ഇത്രയും അതിന് ഉത്സാഹത്തോണ്ട്. അപ്പോൾ അമ്മ ഒറ്റ കരച്ചിലും. അമ്മ പറഞ്ഞു, മോളെ നിനക്ക് പേടിയായ മോളെ എന്ന് ചോദിച്ചു. ശരി, ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാം, നിനക്ക് മാത്രമേ അറിയുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം. രവി എന്തോ ഒരു ടെൻഷനിലാണെന്നറിയാമോ, എത്ര ടെൻഷൻ നടക്കും, നീ ഒരുപാട് ടെൻഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. ശരിയാണ്, ഞാൻ ഒരുപാട് ടെൻഷൻ കൊടുക്കും എന്ന് വെച്ചാൽ നമുക്കറിയില്ല, വന്ന് ചെറിയതിലല്ലേ വന്നിട്ട്. അപ്പം ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ എൻ്റെ തലേന്നാൾ ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് ഈ നാണക്കേടാ പറയാൻ പാടില്ല, എന്നാലും മറ്റാസി വന്നിട്ട് സിനിമ കാണാതെ എങ്ങനെ പോകുന്നതെന്ന്. മോൾക്ക് പ്രസവം എടുക്കാൻ വന്ന ആളാണ് ഞാൻ ലോകത്തില്ല. അമ്മയ്ക്ക് സിനിമ കാണണമെന്ന് ഭയങ്കര നിർബന്ധം. ഞാനാണെങ്കിൽ നിറവേറും വെച്ചിട്ട് എങ്ങോട്ടും പോകാറില്ല, ഹോസ്പിറ്റലിൽ പോകുന്ന അല്ലാതെ എങ്ങോട്ടും പറഞ്ഞു വെച്ചാൽ എല്ലാവരും കൗതുകത്തോടെ നോക്കും, നമുക്ക് വയറ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോകില്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം. ശരി, ഒരു സിനിമ അഡ്മിറ്റ് ചെയ്ത് സിനിമ ഇത് പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ പോകണം പറഞ്ഞു. ഞാൻ എപ്പോഴേ ചോദിക്കാൻ ബാക്കി വെച്ചൊരു ചോദ്യമാണ്, മദ്രാസിൽ പോയിട്ട് ആദ്യം കണ്ട സിനിമ സിനിമ കാണാൻ പോയിട്ട് അല്ല, അതല്ല, ഞങ്ങൾ അതിന് മുമ്പ് ചെന്നപ്പോഴത്തേക്ക് പോയിരുന്നു മോളശ്ശേരി. ഞാൻ ആദ്യം കണ്ടുപിടിച്ച അവളുടെ ഒരു തുടർക്കഥ, സുജാതയിലേക്ക് തമിഴ് അവളെ തുടർക്കഥ പെണ്ണ് ഞങ്ങൾ പോയപ്പോൾ ജയന്തി തിയേറ്ററിൽ കണ്ടത്. പിന്നെ ഇത് മക്കളെ വെച്ചുകൊണ്ട് ശരി, മക്കളുടെ ആ പിറ്റേന്ന് അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് 24-ാം തീയതി 25-ാം തീയതി അഡ്മിറ്റ് ചെയ്യാൻ തലേന്ന് സിനിമ. അപ്പം രവേട്ടനും അമ്മയും കൂടെ തനിയെ അങ്ങനെ അയക്കുന്നത് വെച്ചാൽ അതൊരു ഇതല്ല, അമ്മായിയമ്മ വരുകൊണ്ട് പോയാൽ ശരിയാവില്ല. അവിടെ രവേട്ടൻ്റെ കഷ്ടം. അടുത്തൊരു ഹീറോസ് തിയേറ്റർ എന്ന തിയേറ്റർ ഉണ്ട്, അവിടെ എല്ലാവരും നല്ലവരെ തമിഴ് പടത്തിന്, അവിടെ തമിഴായിരുന്നു കൂടുതലും നല്ല സിനിമ കാണാൻ പോയി. സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. സിനിമ കണ്ട് ഇറങ്ങിയത് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടി ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ, ചപ്പൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. അപ്പോൾ ഞാനിങ്ങനെ പിടിവാശി പലപ്പോഴും പല കാര്യത്തിനും ചെറിയ പിടിവാശി പിടിച്ചോണ്ടിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ ഭയങ്കര ക്ഷമയാട്ടോ. ക്ഷമയുണ്ടായിരുന്നെങ്കിൽ ഇത്ര നാളും ജീവിച്ചിരിക്കും, അല്ല ജീവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരിക്കില്ലായിരുന്നു, അത്രയ്ക്കും ക്ഷമയുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ചെരുപ്പ്, ഒരു ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രേട്ടൻ പറഞ്ഞു, അവിടെ ബാത്റൂം ഇടാണ്ട് ചെരുപ്പല്ലേ, അത് മതി, ഇനിയിപ്പോൾ രാത്രി സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴാണ്, കടയൊക്കെ അടയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത അതിലെ പറഞ്ഞു, എന്തായാലും നാളെ കൊണ്ട് എൻ്റെ ശല്യം അങ്ങ് തീരുമല്ലോ എന്നൊക്കെ ഒറ്റ പറിച്ചിട്ട് ഞാനൊന്നും ഓർത്തില്ല. എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ പിടിവാശി പിടിക്കാതെ ശരി നമുക്ക് ഇതിപ്പോൾ വീണ്ടും മതി ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ എടുത്ത അതിൽ പിന്നെ എടുത്ത് വെച്ച് പറഞ്ഞു, ഇന്നും കൂടെ അല്ലേ ഉള്ളൂ, നാളെ കൊണ്ട് എൻ്റെ ശല്യം അങ്ങ് തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇത് രവിയേട്ടനും ഭയങ്കര, ഈ രവിയേട്ടനും ബാധിക്കുന്നവരും നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പോഴത്തെ നമ്മുടെ സ്വഭാവത്തിനും ഇങ്ങനെ പറച്ചിലൊരു അത് എനിക്ക് എപ്പോഴും ഉള്ളതാണ്. അങ്ങനത്തെ ഒരു ഞാൻ എടുത്തടിച്ച് പറയും അങ്ങനെ എടുക്കുന്നത്. രവിയേട്ടൻ മിണ്ടിയില്ല, മിണ്ടാതെ പോയി ഞങ്ങൾ വീട്ടിൽ വന്ന് മുറി കയറി കരച്ചിലോട് കരച്ചില്ല രവിയേട്ടൻ. എനിക്ക് മനസ്സിലായില്ല ഇതെന്തിനിപ്പോൾ കാര്യമെന്ന്. ഞാനെന്ത് പറഞ്ഞു, ഇപ്പം ഞാൻ ഇത്ര പറഞ്ഞാൽ എന്ത് കാര്യമായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോകുന്നുള്ള രീതിയിലാണ്, നാളെ ഹോസ്പിറ്റലിൽ പോകുമല്ലോ എന്നുള്ളതാണ് ശരിയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവർ ടെൻഷനിലല്ലേ, ഇരട്ടക്കുട്ടികൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞ് ഇങ്ങനെ ഊതി വീർപ്പിച്ച് പേടിപ്പിച്ച് വെച്ചിരിക്കുക. ഇരട്ടക്കുട്ടികളാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള പേടി, ചില അമ്മയ്ക്കായിരിക്കും മക്കൾക്കായിരിക്കും ഒക്കെ ഒന്ന് ഇതൊക്കെ ഇങ്ങനെ ടെൻഷൻ്റെ മുള്ളു മലയിൽ നിൽക്കണമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് പിന്നെ അമ്മയൊക്കെ എന്നു പറഞ്ഞാൽ നീ എന്തിനിങ്ങനെ പറയാൻ പോയത്, ശരി അവൻ എന്തൊരു വിഷമമായെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവനൊക്കെ വിഷമം എല്ലാം കൂടെ. എന്നിട്ട് എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു കരയട്ടെ, വെറുതെ കരയട്ടെ, എന്തിനാ കരയുന്നത്, കരയേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലോ എന്ന് ഞാനങ്ങനെ. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല നീ പോയി സമാധാനിപ്പിക്കുന്നു. അപ്പോൾ സമാധാനിപ്പിച്ചൊക്കെ ഞാൻ പോയപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു വിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പോയി. അപ്പോൾ ഈ ടെൻഷനൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്ന 30-ാം തീയതി ഇത് കാണുമ്പോഴാണ് ഇതിൻ്റെ കൂടെ ടെൻഷനായിരുന്നു. അപ്പോൾ രവിയേട്ടൻ വന്നിട്ട് ഭയങ്കര പ്രസവ സമയം ഭയങ്കര പേടിയായിരുന്നു എന്തെങ്കിലും ആയിപ്പോകുന്നു. പക്ഷേ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശരി എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് ശരി, ഒരു പ്രശ്നം ഉണ്ടാകാതെ നടന്നു. അപ്പോൾ പിന്നെ രവിയേട്ടൻ ആ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, ഓവർ പൊസസീവ്നെസ്സും ഓവർ അറ്റാച്ച്മെൻറ്റുമാണ്. അത് അന്നല്ല എന്നും അങ്ങനെയായിരുന്നു, ഭയങ്കര ഓവറായിട്ടുണ്ട്, കുറച്ച് ഓവറാണ്. അതുകൊണ്ട് കുറച്ച് ഈ ഓവറായാലും പ്രശ്നമാണല്ലോ, അങ്ങനെ കുറച്ച് ഓവറായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ആ പഴയ കാലത്തിൽ. ഒരുപാട് കഷ്ടം ഈ രവിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളെ സത്യം പറയുകയാണ് രോഹിത്തെ, നമ്മളൊരു ലൈഫ് ആരംഭിക്കും, പക്ഷെ അത് നമുക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അമ്മയോ അമ്മായിയമ്മയോ ആരും നമ്മളോടൊരു വാക്കും പറഞ്ഞില്ല. പക്ഷേ ദൈവമായിട്ട് എനിക്ക് ഓരോരോ ഈ സ്വഭാവമൊക്കെ എനിക്ക് കുറച്ചുണ്ടായിരുന്നു. എടുത്തടിച്ച് സംസാരിക്കുക, പിടിവാശി പിടിക്കുകയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു വീട്ടിൽ എന്തോ ഒരു പക്വതയോട് കൂട്ടിയിട്ടാണ് കൈകാര്യം ചെയ്തെന്നറിയാം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പക്വതയോട് ശരി നമ്മളറിയാത്ത ഒരു ഗുരുവിനെ പോലെ പറഞ്ഞു തന്ന് അതങ്ങനല്ല ശോഭ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്ന് ആ ക്ഷമയൊന്നും ആർക്കും വരില്ല കേട്ടോ,
ആർക്കും ഉണ്ടാവില്ല ക്ഷമ. എനിക്കൊരു ഇതൊക്കെ വന്നപ്പോൾ 10-15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു അല്പം പക്വത ആയത് തന്നെ. ഞാൻ കുറച്ച് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് രവിയേട്ടനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാൻ തുടങ്ങിയത് ഞാൻ അത്രയും നാൾ കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെയ്ക്കും ഞാൻ എപ്പോഴും രവിയേട്ടന് ബുദ്ധിമുട്ട് കൊടുത്തോണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് നല്ലപോലെ. അപ്പോൾ അതെല്ലാം അങ്ങനെ ക്ഷമിച്ച് അതിനെല്ലാം ശരി. ചിലപ്പം എന്നെ അടിക്കൊന്നുമില്ല കേട്ടോ, എന്നെ അടിക്കുന്നു ഒന്നൊറ്റയടി തന്നെത്താൻ അത് മതി. അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ വിഷമല്ലേ. അതുകൊണ്ട് അങ്ങനെ സ്വയം അങ്ങോട്ട് സഹിച്ച് സ്വയം ഇല്ലാതെ വെച്ചാൽ അത് എന്താ രവിയേട്ടൻ വിചാരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് എപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ രവീന്ദ്രൻ മാഷിനെ പോലുള്ളൊരു സംഗീതത്തിന് തീർച്ചയായിട്ടും അത് മഹാഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു പക്ഷേ അതേപോലത്തെ ഒരു മനുഷ്യനെ കിട്ടുന്നത് അതിനേക്കാളും ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ സംഗീതം പോലെ തന്നെ അത്രയ്ക്കും ശുദ്ധ ഹൃദയമുള്ളതും അത്രയും സ്നേഹവും അങ്ങനെയുള്ളൊരു ഇതാണ്. നമ്മളെ ഒരു രീതിയിലും വേദനിപ്പിക്കരുതെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരു മനസ്സായിരുന്നു രവിയേട്ടന്. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് രവീന്ദ്ര മാഷ് സ്വന്തമായി മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളായി, അതായത് കുളത്തൂപ്പുഴ രവി എന്ന ഗായകനിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൽ നിന്നൊക്കെ രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന സംഗീത സംവിധായകനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം തുടങ്ങിയ കാലഘട്ടം ഏതാണ്? അത് ഈ ഞങ്ങളുടെ മക്കൾ ജനിച്ചത് ഇവർ ജനിച്ചത് പിന്നെ എനിക്ക് പിന്നീട് ഒരു 1977 ഇവർ 75-ലാണ് ഈ മക്കൾ ജനിച്ചത്. 78-ലാണ് എൻ്റെ രണ്ടാമത്തെ ഇതാകുന്നത്. 78 ചൂള എന്നുള്ള പടം. മോൻ ജനിച്ച് അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ശരി വന്നിട്ട് അതെന്ന് വെച്ചാൽ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോറസ് പാട്ടെല്ലാം തീർന്നു. എനിക്ക് ഒന്നിനെ വിളിച്ചാൽ ഒന്നിനെ വിളിക്കുമല്ലോ, ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുന്നത്. പിന്നെ രവിയേട്ടന് കംപ്ലീറ്റ് ഈ രവികുമാർ എന്നുള്ള നടൻ്റെ ഡബ്ബിങ് അയച്ചിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? പഴയ രവികുമാർ ഈയിടയ്ക്ക് മരിച്ചു വീഴും. ആ രവികുമാറിൻ്റെ ശബ്ദം രവിയേട്ടൻ്റെ ശബ്ദമാണ് എല്ലാ പടത്തിലും. അന്ന് രവികുമാറിന് കുറേ പടങ്ങളുണ്ട്. അങ്ങനെ നല്ല ഹൈയിൽ ഉള്ളൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു രവിയേട്ടൻ. പക്ഷെ പിന്നെ രവികുമാറിൻ്റെ പടം കുറഞ്ഞു. രവികുമാറിൻ്റെ പടം സ്വാഭാവികമായിട്ട് രവിയേട്ടന് വർക്ക് കുറഞ്ഞപ്പോഴത്തേക്ക് ഫാമിലിയിൽ മെമ്പേഴ്സ് കൂടി. 3 മക്കളും അച്ഛനും അമ്മയും 5 പേര് ജീവിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറി കേട്ടോ. ആ മടയർന്നൊക്കെ മാറി കോടമ്പാക്കത്തേക്ക് എത്തി. കോടമ്പാക്കത്താണല്ലോ സിനിമ. കോടമ്പാക്കത്ത് ഞങ്ങൾ ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടേക്ക് മാറി ഇങ്ങനെ കൂടി, മെമ്പറും കൂടി, വരുമാനവും കുറഞ്ഞു. അന്ന് വെച്ചിട്ട് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്, എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു, പൈസ ബുദ്ധിമുട്ടായിരുന്നു എന്താ കാലത്തിലും ഉള്ളത്. ആ സമയത്ത് രവിയേട്ടൻ ഇങ്ങനെ പോകും. അപ്പോഴാണ് ഒരിക്കൽ രവിയേട്ടന് ഈ ഡബ്ബിങ്ങും കുറഞ്ഞ് ഇനി അടുത്ത് എന്ത് ചെയ്യണം, പാട്ടും കിട്ടുന്നില്ല, ഡബ്ബിങ്ങും ഇല്ല, കുടുംബം നോക്കണമെന്നൊന്നും അറിയില്ല. അപ്പം ദാസേട്ടനും രവിയേട്ടനും ഭയങ്കര ക്ലോസ് അപ്പോഴും അങ്ങനെ. അവർ മ്യൂസിക് കോളേജ് ഒരുമിച്ച് പഠിച്ചല്ല. ദാസേട്ടൻ സീനിയറും രവിയേട്ടൻ ജൂനിയറുമാണ്. അവിടെ വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും എപ്പോഴും പറയും അവർ സുഹൃത്തുക്കളായിരുന്നു. അവിടെ വെച്ച് അവിടെ ഒരു സുഹൃത്തൊന്നും ആയിരുന്നില്ല. കോടമ്പാക്കത്തെ സുഹൃത്തുക്കളാണ്. കോടമ്പാക്കത്തിൽ വന്നിച്ച് രവിയേട്ടൻ കോറസ് പാടാൻ പോകും, ദാസേട്ടൻ പാടുന്ന പാട്ടിന് കോറസ് പാടാൻ പോകും. അപ്പം അങ്ങനെ കണ്ട് പരിചയവും കുറച്ചൊക്കെ അടുത്തിട്ട്. പിന്നെ രവിയേട്ടൻ ദാസേട്ടൻ അന്നേ പാട്ടുകാരനാണ്, വലിയ പാട്ടുകാരനാണ് രവിയേട്ടൻ. ദാസേട്ടൻ അന്നേ പാട്ടുകാരനാണ്. ദാസേട്ടൻ പിന്നെ അധികം മദ്രാസിൽ പോയിട്ട് ആദ്യം നിൽക്കേണ്ടി വന്നില്ല. അതിന് മുമ്പേ ദാസേട്ടൻ പെട്ടെന്ന് പാട്ടുകാരൻ, വലിയ പാട്ടുകാരനെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ കോറസ് പാടുമ്പോൾ കണ്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ അങ്ങനെ കണ്ടു പരിചയമൊക്കെ ആയിട്ട് കുറച്ച് പിന്നെ അവിടെ വെച്ചാണ് ഇവർ അടുക്കുന്നത്, കുറച്ചൊക്കെ അടുക്കുന്നതും പിന്നെയൊക്കെ അടുക്കുന്നതും. അപ്പോൾ രവിയേട്ടൻ ദാസേട്ടനെ കാണാനായിട്ട് പോയി. ദാസേട്ടൻ ആ സമയത്ത് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ വീട്ടിൽ പോകുമ്പോൾ ദാസേട്ടന് ഫുഡൊക്കെ അങ്ങനെ വീട്ടിലേക്കൊക്കെ കൊടുത്തേപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല ഇതായിരുന്നു ഇരിക്കുന്നത്. ആ സമയത്ത് രവിയേട്ടൻ്റെ ദാസേട്ടൻ്റെ അപ്പോൾ കുറച്ച് ക്ലോസ് സമയത്ത് പോയി പറഞ്ഞു, ദാസേട്ടാ എനിക്ക് 2 കാർ വാങ്ങിക്കണം. അപ്പോൾ ദാസേട്ടൻ പിന്നെ പറഞ്ഞു വിളിച്ചിരിക്കും, ചേട്ടാ മനുഷ്യന് 1 കാർ വാങ്ങിക്കണം പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഇതിപ്പോൾ 2 കാർ എന്തിനാണ് എനിക്ക്? അതും ഇവിടെ മനുഷ്യന് അരി വാങ്ങിക്കാൻ്റെ പൈസ ഉള്ള സമയത്താണ് 2 കാർ വാങ്ങിക്കണം. അല്ല ദാസേട്ടാ എന്തിന്, എനിക്ക് പൈസ ഇതൊന്നും ഇല്ലല്ലോ, കുട്ടികളൊക്കെ ഇല്ലേ 3 പേരല്ലേ എല്ലാത്തിനും, എനിക്ക് ടാക്സി വിടാൻ വേണ്ടിയിട്ടാണ്, വരുമാനത്തിന് വേണ്ടിയിട്ട്. ടാക്സി വിട്ട് വരുമാനം എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ വേറെ ഒന്നും അറിഞ്ഞും കൂടാ, വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല, ഇതൊന്നും ഇല്ല ഇപ്പോൾ ഒന്നും, അതുകൊണ്ട് വേണമെന്ന്. അപ്പോൾ ദാസേട്ടനാണ് പറഞ്ഞത്, നമുക്കൊന്നും ഈ കലാകാരന്മാർക്ക് ഈ പണിയൊന്നും നടക്കുന്ന കാര്യമല്ല, ടാക്സി വിടലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നീ എന്തുകൊണ്ട് നിനക്ക് സംഗീതം ചെയ്തുകൂടാന്ന് ദാസേട്ടൻ്റെ അഭിപ്രായമാണ്. പാട്ട് പാടാനേ ചാൻസ് തരുന്നില്ല, പിന്നല്ലേ ഈ സംഗീതം ചെയ്യുന്നുണ്ട്. സംഗീതം അതിനൊക്കെ വലിയ പരിപാടിയല്ലേ. പിന്നെ അപ്പോൾ രവിയേട്ടൻ നാടകത്തിനൊക്കെ നേരത്തെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തൊക്കെ ദാസേട്ടൻ കേൾപ്പിച്ചിട്ടുണ്ട്. നാടകത്തിൽ പാടാൻ, അഭിനയിക്കാൻ ഒക്കെ രവിയേട്ടൻ പോയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. അപ്പോൾ കമ്പോസ് പാട്ടൊക്കെ ദാസേട്ടൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദാസേട്ടൻ നീ കമ്പോസ് ചെയ്യല്ലോ നല്ലപോലെ, നീ ഒരു പടം ചെയ്, സിനിമ മ്യൂസിക്. ആര് ചാൻസ് തരും? ചാൻസ് കിട്ടണ്ടേ? അപ്പോഴാണ് അത് ഞാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞത് ദാസേട്ടനാണ്. ദാസേട്ടൻ ശരിക്കും അവിടെയൊക്കെ നമ്മൾ ദാസേട്ടൻ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊണ്ടാണ് അന്നത്തെ ഹിറ്റ് മേക്കർ ശശികുമാർ സാർ അദ്ദേഹം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ദാസേട്ടൻ ചെയ്യേണ്ടുന്ന പടമാണ് അത്, മ്യൂസിക് ചെയ്യേണ്ട പടം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവർ രാജമാഷെല്ലാം വിട്ടിട്ട് ദാസേട്ടനെ കൊണ്ട് മ്യൂസിക് ചെയ്യാൻ വെച്ചിരുന്ന പടമാണ് ഈ ചൂള എന്നുള്ള പടം. സത്യനന്ദിക്കാടൊക്കെ ആയിരുന്നു എഴുതാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, അവരൊക്കെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു ദാസേട്ടൻ മ്യൂസിക് ചെയ്യുന്ന പടത്തിനകത്ത് എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യനന്ദിക്ക് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അത് ഇരിക്കുകയാണ്. അപ്പോഴാണ് ദാസേട്ടൻ വന്ന് ശശികുമാർ സാറിൻ്റെ പറഞ്ഞു, ഇതുപോലെ രവിക്ക്
അപ്പോൾ ശശികുമാർ സാറും പറഞ്ഞു അങ്ങോട്ട് പരീക്ഷണം അദ്ദേഹം അയാളൊരു ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ. യേശുദാസിനെ പോലെ മികച്ചൊരു ഗായകന് വെച്ചിരിക്കുന്ന റോളാണത്. അതെ അംഗീകരിക്കാൻ അല്ല, സ്വാഭാവികമായിട്ട് അംഗീകരിക്കാൻ പറ്റും. അതും സാറിന് വലിയ ഏറ്റവും ഹിറ്റ് മേക്കർ ശശികുമാർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്, എല്ലാ പടങ്ങളും ഹിറ്റാണ്. അപ്പോൾ അവർ ആ ഒരു ഇതിൽ ഫ്ലോപ്പാക്കാൻ പാടില്ലല്ലോ. അവരുടെ പടത്തിലെ പാട്ട് ഇതെല്ലാമേ ഹിറ്റാണ്. അപ്പോൾ ഒരു കോറസ് പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഇത് ഡബിങ് ആർട്ടിസ്റ്റ് പോയിട്ടൊരു പടം കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പം ദാസേട്ടൻ പറഞ്ഞു ഇല്ല, അവൻ നന്നായിട്ട് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്, അവൻ ചെയ്യും, അവനൊരു ഇപ്പോൾ ഒരു ഇത് വേണ്ടുന്നതാണ്, സാറത് ചെയ്യും. അങ്ങനെ ദാസേട്ടൻ്റെ ഉറപ്പാണ്. ഇനി ഒരു പക്ഷേ രവി അത് ചെയ്ത് നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആയിട്ടില്ലെങ്കിൽ എൻ്റെ സ്വന്തം ചിലവിൽ ഞാൻ വേറെ പാട്ട് ചെയ്തത്, ഇത്രയും ഒരു ഉറപ്പ് കൊടുത്തതാണ്. അവിടെയാണ് ദാസേട്ടൻ ആ ഒരു ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഉറപ്പിട്ടുമ്പോഴത്തേക്ക് പിന്നെ ശശികുമാർ സാറിനൊന്നും പറയാനില്ലാതായി. ശരി ശശികുമാർ ശരി ആട്ടെ, കുഞ്ഞ് പറയുന്നത്, കുഞ്ഞെന്നാ വിളിക്കുന്ന ദാസേട്ടനെ, കുഞ്ഞ് പറയുന്ന പോലെ എന്നാൽ നോക്കാം, നമുക്ക് അത് ചെയ്യട്ടെ നോക്കട്ടെ, എങ്ങനെയൊക്കെ വരുന്നത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് അത് നവരത്ന മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 9 മേക്കപ്പ് മാൻമാർ ചേർന്നിട്ടാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. മേക്കപ്പ് മാരുടെ ഒരു കൂട്ടം, അത് 9 പേര്, അത് നവരത്ന മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർക്കെല്ലാം പിന്നെ ശശികുമാർ സാർ പറഞ്ഞു പിന്നെ ഉണ്ടോ, ശശികുമാർ സാർ ഓക്കെ പറഞ്ഞു, പിന്നെ അവരും എല്ലാവരും ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഒരു പരീക്ഷണത്തിലായിരുന്നു. അതിനനുസരിച്ച് ശരി ഒന്ന് നോക്കാം എന്താണ് ചെയ്യുന്നത്, തീരെ സ്യൂട്ടബിൾ അല്ലെങ്കിൽ പറ്റില്ലല്ലോ അവർക്ക് വന്നിട്ട്. പക്ഷേ ഭഗവാന്റെ ഒരു അവിടെയും ഭഗവാന്റെ ഇതാണ്. ചൂള എന്നുള്ള പടത്തിൽ താരകയെ അത്രയ്ക്കും മികമായിട്ട് ചെയ്യാൻ പറ്റിയത് അല്ലേ, അവിടെ രവീന്ദ്രൻ്റെ കഴിവ് തെളിയിച്ചു. അല്ല ഒരു പാട്ട് മോശമല്ലല്ലോ, സിന്ദൂര സന്ധിക്കമാനോ ആണെങ്കിലും ഏത് പാട്ടാണെങ്കിലും ശരി, അതെന്തായാലും ദാസേട്ടന് തലനിവർ നിൽക്കാൻ പറ്റി. ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരാൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്തേക്കാണ്, ശരിയായില്ലെങ്കിൽ എൻ്റെ അതെ. പിന്നെ അതൊരു എന്താ പറയാ, ഒരു കാലഘട്ടത്തിന്റെ ചേഞ്ച് അല്ലേ. ദാസേട്ടൻ രവീന്ദ്ര മാഷ് എന്ന് പറയുന്ന ആളെ സിനിമാ ലോകത്തെ മ്യൂസിക് ഡയറക്ഷനിലെ കൈപിടിച്ച് കയറ്റുന്നു, പിന്നീട് പിറന്നത് മുഴുവൻ. അതെ തീർച്ചയായിട്ടും അത് ദാസേട്ടൻ തന്നെയാണ്. അതിനൊരു നിമിത്തമായ ദാസേട്ടൻ തന്നെയാണ്. നമ്മളത് ഒരിക്കലും രവിയേട്ടനും ഒരിക്കലും മറന്നിട്ടില്ല. അവസാനം വരെയും ദാസേട്ടൻ്റെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആരാധകനും അങ്ങനെ ദാസേട്ടൻ പറയുന്നത് കേൾക്കുള്ളായിരുന്നു രവിയേട്ടൻ. അത്രയ്ക്കൊരു റെക്കമെൻഡേഷൻ ചെയ്യുന്നതല്ല രവിയേട്ടൻ, പിന്നെ അതിൽ കൂടെ ഒരു ആരാധനയായിരുന്നു ദാസേട്ടനോട് വന്നിട്ട് അവസാനം വരെയും.